ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഡയറ്റ് ചെയ്യുമല്ലേ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും നമുക്കൊരു പണിഷ്മെൻറ്റ് പോലെയാണ് ഈ ഡയറ്റ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും അത് നമ്മളെ നറിഷ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് ഡയറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെ എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും മിററിൽ നോക്കിയിട്ട് നമ്മുടെ ഓൺ റിഫ്ലക്ഷൻ കണ്ടിട്ട് നമ്മൾ തോന്നൂലേ, എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടി സ്ലിം ആയിരുന്നെങ്കിൽ, ഓക്കെ ഞാൻ നാളെ മുതൽ കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്യും. അപ്പം നമ്മളെന്തായാലും അങ്ങനെയല്ല, ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റും. കാലറി നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിം ആവാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ സ്ലിം ആവുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവർ അടിപൊളി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനാണോ, നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യാനാണോ, അതോ നമുക്ക് ഫൈനലി ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഹാപ്പിയാണോ? എല്ലാ മോർണിംഗ്സും നമ്മളിങ്ങനെ ടയേർഡായി ഗിൽറ്റി അടിച്ച് നമുക്ക് ഒട്ടും താല്പര്യമില്ലാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ എനിമി ആയിട്ട് മാറും. ആ കഴിക്കുന്ന സാധനം നമ്മൾ ഇഷ്ടമില്ലാണ്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റായിട്ട് മാറും. ഇപ്പോൾ വിശപ്പെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാവും. സത്യം പറഞ്ഞാൽ ബോഡി നമ്മുടെ എനിമിയല്ല, നമ്മുടെ ഒരു വീട് പോലെയാണ് അല്ലേ. നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബോഡി. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി. അപ്പോൾ ഞാനൊരു ഫിറ്റ്നസ് കോച്ചായിട്ടോ ഡയറ്റീഷ്യനായിട്ടോ ഒന്നുമല്ല കേട്ടോ സംസാരിക്കുന്നത്. ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഒരു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് പോലെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മുന്നേയും ഇതുപോലെ ഡയറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫേവറേറ്റ് ഫുഡ്സൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേനുള്ള ആ ഒരു സാഡ്നെസ് കണ്ടിട്ടുണ്ട്, ഗിൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോഡി ഇങ്ങനെ ഒത്തിരി വണ്ണത്തോടുകൂടി ഇരിക്കുമ്പോഴത്തേനും ഉള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡീനെ പണിഷ് ചെയ്യാതെ എങ്ങനെ അതിനെ നറിഷ് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള ഇനി ലൈഫ് മൊത്തം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് പോലെയാണ് അല്ലേ. എപ്പോഴും ഒരുപാട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. 10 ഡേയ്സിൽ 5 കിലോ കുറയാം, കാർബ്സ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെല്ലി ഫ്ലാറ്റ് ആക്കാം, ഈ ഗ്രീൻ ജ്യൂസ് കുടിക്കുക, എന്നിട്ട് ഡീറ്റോക്സ് ചെയ്യാം. അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേനും നമ്മളത് ബിലീവ് ചെയ്തിട്ട് അത് ചെയ്യാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നിന്ന് റിസൾട്ട് കിട്ടണം. പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുക, നമ്മൾ തുടങ്ങുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഡേ 1 ഡേ 2 സാലഡ് കഴിക്കണോ, വെള്ളം കുടിക്കണോ, റൈസ് കഴിക്കണില്ല, സ്വീറ്റ്സ് കുറയ്ക്കണോ, കോഫി കുടിക്കാതിരിക്കുന്നു. പക്ഷെ ഒരു ഡേ 4 ആകുമ്പോഴത്തേനും നമുക്ക് മതിയാവും, നമ്മുടെ എനർജി പോവും, നമുക്ക് ആ ഒരു കംഫേർട്ട് കിട്ടുന്ന നോർമൽ ഫുഡ് കിട്ടണമെന്ന് തോന്നും. അത് കഴിയുമ്പോൾ നമ്മൾ ഇനി മതി, സഡൻലി നമുക്ക് വീണ്ടും ഒരു ഫെയിലിയർ പോലെ തോന്നും. അപ്പം അത് വിൽ പവറിൻ്റെ ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ ബയോളജിയാണ്. ശരിക്കും നമ്മുടെ ബോഡീനെ നമ്മൾ ഡിപ്രൈവ് ചെയ്യുമ്പോഴത്തേനും അതൊരു സർവൈവൽ മോഡിലേക്ക് പോവും. നമ്മുടെ മെറ്റബോളിസം കുറയും, നമുക്ക് വിശപ്പ് കൂടും, ഹങ്കർ ഹോർമോൺസ് കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ ക്രേവ് ചെയ്യും, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചും കൂടി കൊതിയാവും നമുക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു ലേഡിയുണ്ട്, ആശ എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട്. എല്ലാ ഡയറ്റും ട്രൈ ചെയ്തു. ജ്യൂസ് മാത്രം കുടിക്കുന്നത്, കീറ്റോ, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ കുറച്ച് വെയിറ്റ് പോവും, പിന്നെയും വരും, പിന്നെയും ഗിൽറ്റി അടിക്കും. അപ്പോൾ പിന്നെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഞങ്ങളുടെ കൂടെ ഇനി കഴിക്കാത്തത് ഫുഡ്. അപ്പോൾ അവൾക്ക് ആകെ ഒരു സങ്കടം പോലെയായി. അങ്ങനെ അവൾക്കപ്പോൾ ഒരു ഫീൽ ചെയ്തു, എനിക്ക് ഫുഡ് മാത്രമല്ല മിസ് ചെയ്യണത്, എൻ്റെ ലൈഫും കൂടിയാണ് മിസ് ചെയ്യുന്നത്. ഫുഡ് നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവണു, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ആ ഒരു പോയിന്റിൽ ഷീ സ്റ്റോപ്പ് ഡയറ്റിങ്, എന്നിട്ട് കൂടുതൽ ലിസൺ ചെയ്യാൻ തുടങ്ങി.
അപ്പം നമ്മുടെ ബോഡീനെ നറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളല്ല, ഒരു കെയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ബോഡിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താ ഒഴിവാക്കേണ്ടത്. ചില ദിവസം എനിക്ക് തോന്നും എനിക്ക് ലൈറ്റ് ഫുഡ് മതി, ഫ്രൂട്ട്സ് മതി, സൂപ്സ് മതി, വെജിറ്റബിൾസ് മതി. കാരണം ബോഡി തന്നെ ഒരു ഹെവിനെസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു മീല് കഴിക്കാൻ തോന്നും, ചോറും കറിയും. കാരണം നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് വേണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഫോക്കസ് റെസ്ട്രിക്ഷനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു റെസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ എല്ലാം മാറും. അതുപോലെ തന്നെ നമ്മൾ എന്നും രാവിലെ എണീറ്റിട്ട് വെയിറ്റ് നോക്കും. അപ്പോൾ ആ ഒരു വെയിറ്റ് കണ്ടു കഴിയുമ്പോൾ അന്നത്തെ മൂഡ് അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് എല്ലാ ദിവസവും വെയിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മിററിലൊരു നോട്ട് ഒട്ടിച്ച് വയ്ക്കുക, ഫീഡ് യുവർ ബോഡി, ഫീഡ് യുവർ സോൾ. അപ്പോൾ നമ്മുടെ മീൽസ് സ്കിപ്പ് ചെയ്യണതിന് പകരം നല്ല ഫുഡ്, നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, 2 ബോയിൽഡ് എഗ്ഗ്, കുറച്ച് ഫ്രൂട്ട്സ്, 1 കപ്പ് ചായ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ. അങ്ങനെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എനർജി വീണ്ടും വരുന്നതായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ ദേഷ്യം പിടിക്കാൻ തുടങ്ങും. നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് കിട്ടാതെ ആകുമ്പോൾ, പിന്നെ മിഡ് മോർണിംഗ് ആകുമ്പോഴത്തേനും നമുക്ക് ഷുഗർ ക്രേവ് ചെയ്യും. അപ്പോൾ സ്ലോലി നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചും കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ്. അപ്പോൾ നമ്മുടെ ബോഡി നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും, ഹീൽ ചെയ്യാൻ തുടങ്ങും, ബാലൻസ് ചെയ്യാൻ തുടങ്ങും, ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നറിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ഈറ്റിംഗ്, പെർഫെക്റ്റ് ഡയറ്റ് എടുക്കുക, ഇതൊന്നുമല്ല. നമ്മളൊരു ബാലൻസിൽ പോവുക, ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുക, ബോറടിക്കുമ്പോഴല്ല കഴിക്കേണ്ടത്. നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗുഡ് ഫീലിംഗ് വരിക. കഴിക്കുമ്പോൾ ഗുഡ് ഫീലിംഗ് അല്ല, കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗുഡ് ഫീലിംഗ് വരിക. നമുക്ക് എല്ലാ ഗിൽറ്റും മാറ്റിയിട്ട് നമ്മൾ ഒരു സ്വീറ്റായിട്ടുള്ളൊരു സാധനം കഴിക്കുമ്പോൾ ആ ഒരു കുറ്റബോധം ഇല്ലാണ്ട് കഴിക്കുക. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവലിനേക്കാൾ ഉപരി ഒരു മെമ്മറിയാണ്, ഒരു കംഫേർട്ടാണ്, ഒരു കണക്ഷനാണ്. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു മണവും ആ ഒരു സ്നേഹവും അതെല്ലാം ആ ഒരു മീലിലുണ്ടാവും അല്ലേ. അതും ഒരു നറിച്ച്മെൻറ്റാണ്. ഇപ്പം നമുക്കൊരു ഭയങ്കര ടയർഡായിട്ടുള്ള ഒരു ഡേ കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗർ വേണം, അല്ലെങ്കിൽ എനിക്ക് ചിപ്സ് വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോ ദാറ്റ്സ് ബാഡ് എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്താണ് ശരിക്കും ക്രേവ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ശരിക്കും നമുക്ക് വേണ്ടത് എനർജിയാണ്, അല്ലെങ്കിൽ കംഫേർട്ടാണെങ്കിൽ റെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല വീട്ടിലുണ്ടാക്കിയ നല്ലൊരു ഡിന്നറാണ് ശരിക്കും വേണ്ടത്. പിന്നെ ഒരു സമാധാനമായിട്ടിരിക്കാനുള്ളൊരു ഇതാണ്. അപ്പോൾ നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, മൈൻഡ്, ഹാർട്ടിനെ ഇതെല്ലാം നമ്മൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറേ ഇമോഷണൽ വൂൺസ് ഉണ്ടാവും ഫുഡിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതായത് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്ട്രെസ്സ് വന്നപ്പോൾ കുറേ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഗിൽറ്റ് അടിച്ചിട്ട് പിന്നെയും നമ്മൾ കുറേ വാരി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം അതിനോട് ലിസൺ ചെയ്യാൻ പഠിക്കുക. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബോഡി ഓരോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നോക്കുക. ഏത് ഫുഡാണ് നമുക്ക് എനർജി തരുന്നത്, ഏത് ഫുഡാണ് നമ്മൾ ടയേർഡ് ആക്കുന്നത്, ഏത് ഫുഡാണ് നമുക്കൊരു ബ്ലോട്ടിങ് ഫീൽ തരുന്നത്. ഒരു സിമ്പിൾ ജേർണൽ വെക്കുക. കാലറീസ് അല്ല എഴുതേണ്ടത്, നമ്മുടെ ഫീലിങ്സ് എഴുതുക. ഇന്ന് ഞാൻ റൈസും പരിപ്പും കഴിച്ചു, എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ വന്നു, അതെഴുതുക. ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്തു ബിക്കോസ് എനിക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നി, ഇറിറ്റേഷൻ തോന്നി. ആ ഒരു അവെയർനെസ് എന്ന് പറഞ്ഞാൽ അത് പവർഫുള്ളാണ്. ഓവർ ദ ടൈം നമ്മുടെ ബോഡീൻ്റെ ഒരു വിസ്ഡമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ലേഡി ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് സ്വീറ്റ്സ് നിർത്താൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരി അത് കഴിഞ്ഞ് നല്ലപോലെ ഉറങ്ങാൻ തുടങ്ങി, വെള്ളം നന്നായിട്ട് കുടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ ഷുഗറിനോടുള്ള ക്രേവിങ് നാച്ചുറലി കുറയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഷുഗർ ക്രേവിങ്ങിനേക്കാളും കൂടുതൽ ഇങ്ങനെ റെസ്റ്റ്, സ്ട്രെസ്സ് മാറുന്നത് ആ ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ ക്രേവിങ്സ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ
നമ്മുടെ ബോഡി നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഐ നീഡ് റെസ്റ്റ്. നമ്മളത് തെറ്റിദ്ധരിച്ചിട്ട് പോയിട്ട് ഷുഗർ കഴിക്കുകയാണ് ചെയ്യണത്. കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. സോ ടുഡേ നമ്മൾ എന്താണ് നമ്മളോട് തന്നെ ഒരു പ്രോമിസ് വെക്കുക. ഒരു ഡയറ്റ് പ്ലാൻ നല്ലതാണ്, പക്ഷെ അതല്ല നമ്മുടെ വെയിങ് മെഷീനിൽ നമ്മുടെ വെയിറ്റ് അതൊന്നുമല്ല. നമ്മുടെ ബോഡീനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോമിസ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ഫുഡ് കൊടുക്കുക, നല്ല കെയർ ചെയ്ത് ബാലൻസ് ചെയ്ത് ക്ഷമയോടുകൂടി നമ്മൾ കൊടുക്കില്ലേ, അതേപോലെ നമ്മളോട് ഫുഡ് കൊടുക്കണം. നമ്മൾ നല്ല അവെയർനെസ്സോടുകൂടി നമ്മുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്ത് ഹാപ്പി ആയിട്ട് മൂവ് ചെയ്ത് നമ്മൾ ഗിൽറ്റ് റെസ്റ്റ് എടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി ഹീലാവാൻ വേണ്ടി നോക്കുക. അതൊരിക്കലും പെർഫെക്ഷൻ ആവേണ്ട കാര്യമില്ല. എല്ലാ റൂളും ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബോഡീനോട് നമ്മൾ കൈൻഡായിട്ടിരിക്കുക എല്ലാ ദിവസവും. കാരണം നമ്മളെ ബോഡിയാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്, നമ്മുടെ സ്ട്രെസ്സിൽ കൂടെയും ഇമോഷൻസിൽ കൂടെയും മിസ്റ്റേക്സിൽ കൂടെയും നമ്മുടെ വിജയങ്ങളിൽ കൂടെയും എല്ലാം. അപ്പോൾ നമ്മളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ബോഡിക്ക് വേണം, അല്ലാതെ നമ്മൾ പണിഷ് ചെയ്യരുത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് പറയുക, ഞാൻ ഡയറ്റ് ചെയ്യല്ല, ഐ എം നറിഷിങ് മൈ ബോഡി. ആ ഒരു തോട്ട് തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ചുകൂടി നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റിയിട്ട് ഒരു അവെയർ ആയിട്ടിരിക്കുക. ഡയറ്റ് ഭയങ്കര ക്രാഷ് ഡയറ്റ് എടുത്തിട്ട് നമ്മുടെ ബോഡീനെ പണിഷ് ചെയ്യാതിരിക്കുക. അതൊക്കെ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലും ഹോൾസം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്ത് അതിൽ ഷുഗർ കുറഞ്ഞത് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, അത് വെച്ചിട്ട് നല്ലൊരു പ്ലാന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ നല്ല എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി ഹാപ്പി ആയിട്ട് വരും. ആ ഒരു രീതിയിൽ അത് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് മോർണിംഗ് ഞാൻ കഴിച്ചത് രാവിലെ നമ്മുടെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു. അതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ക്രേവ് ചെയ്തു, അത് ഞാൻ കഴിച്ചു. ലൈക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഇന്നലെ നല്ലപോലെ ഡയറ്റ് എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ ഹാഫ് കഴിച്ചു. അത് ആക്ച്വലി ഞാൻ എൻ്റെ ന്യൂട്രീഷനിസ്റ്റിന് അയച്ചു കൊടുത്തിട്ടില്ല, ഹാഫല്ല, ഒരു 1/4 പോർഷൻ. പിന്നെ ഞാൻ 4 ബദാം സോക്ക് ചെയ്തത് കഴിക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു. മോൾക്ക് സാൻഡ്വിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഉപ്പുമാവ് കുറച്ച് കഴിക്കാൻ, എനിക്ക് ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചീരയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. പിന്നെ ചായയും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അപ്പോൾ ചായ ഞാൻ ഉണ്ടാക്കി. പക്ഷേ മധുരം ഞാൻ ഒഴിവാക്കിയിട്ട് ഒരു ഇച്ചിരി മധുരം ഇട്ടു. അപ്പോൾ തീരെ മധുരം ഇല്ലാണ്ട് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഒരു ഇച്ചിരി ഇട്ടിട്ട് പിന്നെ ഞാൻ 2, 3 സെർവിങ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഒറ്റ കപ്പ് ആക്കി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വർക്കൗട്ട് മോർണിംഗ് 6 to 7 ആയിരുന്നു കേട്ടോ. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ എന്താ പറയുക, അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയ സെഷൻസ് ആയിരുന്നു. എന്താ പറയുക, ബോഡി സ്ട്രെച്ചിങ്ങും പിന്നെ കുട്ടി ജോഗിങ്ങും ഒക്കെ. അപ്പോൾ ഒരു 2 വീക്സിന് എന്താ പറയുക, ഇങ്ങനെ മൈൽഡായിട്ട് ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്നത് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം കൂടിയാണെങ്കിലും 2 വീക്സിന് നമുക്ക് ഇളവുണ്ട്. ഡംബല് വേണം, യോഗ മാറ്റ് വേണം, പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വേണം, ടവൽ വേണം, ഇങ്ങനത്തെയൊക്കെ സെറ്റാക്കി വെക്കണം. ഇന്നൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റോപ്പായിട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പം മിഡ് മോർണിംഗ് സ്നാക്ക് ഉണ്ടാവും, ലഞ്ച് എന്തെങ്കിലും കഴിക്കണം. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ആക്ച്വലി. നമുക്കൊരു ഡയറ്റ് ചാർട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഫുള്ളി അതുപോലെയൊന്നുമല്ല പോകുന്നത്. എനിക്ക് ചോറ് വലിയ ക്രേവിങ് ഇല്ല. അപ്പോൾ ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡ് അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ എനിക്കിഷ്ടമുള്ളത് എഗ്സാണ്. പിന്നെ ഫ്രൂട്ട്സ് നല്ല ഇഷ്ടമാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ കൂടുതലും എനിക്കിഷ്ടമുള്ള ഓരോ നമുക്ക് ടൈമിനെ ഇപ്പോൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇടയിൽ ഞാൻ ബനാന കഴിച്ചു കേട്ടോ. എന്നാലും മാക്സിമം അത് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ നമ്മളൊന്ന് റെഡി ആവണമല്ലോ. ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ വരെ തോന്നിയ പോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരുമ്പോൾ എന്തായാലും നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളൊരു സമയം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡയറ്റ് പ്ലാനിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മോർണിംഗ് ഡ്രിങ്ക്, പിന്നെ സോക്ക്ഡ് ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 11 മണിയാകുമ്പോൾ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കുക, 2 മണിക്ക് മുന്നേറ്റ് ലഞ്ച് കഴിക്കുക, 4 മണിക്ക് ഒരു ടീ ടൈം സ്നാക്ക് കഴിക്കുക, ടീ, ഗ്രീൻ ടീ അല്ലെങ്കിൽ പാലിട്ട നമുക്ക് ഇഷ്ടമുള്ള പോലെ, പിന്നെ 7 മണിക്ക് മുന്നേ നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കുക. പിന്നെ സിനമൺ വാട്ടർ എന്തോ ഉണ്ട് രാത്രി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫുഡിൻ്റെ ടൈമിങ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ചേഞ്ച് വരും. നമ്മൾ ഈ ഇടയ്ക്ക് കാണുന്ന ഫുഡ് മുഴുവൻ എടുത്ത് കഴിക്കുന്നത് നിർത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് വരും. പിന്നെ ഞാനിന്ന് ഉപ്പുമാവിന് ഇച്ചിരി പഞ്ചസാര കൂട്ടിയിട്ടോ. എനിക്ക് ഉപ്പുമാവ് പഞ്ചസാര കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു പോക്ക്. പിന്നെ എൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, വെയിറ്റ് 81 ആണ്. 68 ഉണ്ടായിരുന്നു, ഞാൻ 81 എത്തി വിജയകരമായിട്ട്. അപ്പം ഏജിൻ്റെ ആവാം, ഈ തൈറോയിഡ് ഇച്ചിരി ഹൈ എന്ന് പറഞ്ഞാൽ ഒരു 4 നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ഞാൻ അത്രയും എൻ്റെ കാഴ്ചയിൽ അത്രയും തോന്നത്തില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ 3 ടൈംസ് സൂംബ വർക്കൗട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി. പിന്നെ 30 മിനിറ്റ്സ് വെച്ചിട്ട് വാക്ക് ചെയ്യണം. അതിന് ഗ്രാജ്വലി കൂട്ടി 1 അവറൊക്കെ ആക്കണം. അപ്പോൾ പറഞ്ഞ പോലെ ശരിക്കും നമ്മളിത് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഹെൽത്തിലോട്ടാണ് ഞാൻ എൻ്റെ ഫോക്കസ് മൊത്തം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. കാരണം ആ ഒരു നല്ലപോലൊരു 10 kg വെയിറ്റ് ലോസ് എങ്കിലും അത് പോരാ, അത് എനിക്ക് നേടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പണിഷ്മെൻറ്റ് പോലെയൊന്നും ബോഡീനോട് ചെയ്യുന്നില്ല. ചെറുതായിട്ടൊക്കെ എനിക്ക് എക്സ്ട്രാ കഴിക്കണം തോന്നിയാൽ ഞാൻ കഴിക്കും. അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് തന്നെ വിഷമം വരുന്ന രീതിയിൽ ഡയറ്റ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടി പറയാനുണ്ട്. അത് നിങ്ങളിലോട്ട് എത്തിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയിട്ട് ഇന്നത്തെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഹൈപ്പുണ്ട് അതും കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കണേ. കാരണം നമ്മുടെ വ്യൂസ് കണ്ടോ വളരെ കുറവാണ്, 23 ഒക്കെയാണ് വ്യൂസ്. അപ്പോൾ കുറച്ചുകൂടി ആളുകളിലോട്ട് എത്തുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പം പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻഫർമേഷൻ അവർക്ക് എത്തിച്ചേരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു കാര്യം, എനിക്കും നല്ലൊരു കാര്യം. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തായാലും ഞാനിപ്പം ഈ ഹെൽത്ത് ഇതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി നല്ലോണം പറയാനും സംസാരിക്കാനും ഒരുപാടുള്ള പോലെയുണ്ട്. പിന്നെ എനിക്കും സെൽഫായിട്ടൊരു മോട്ടിവേഷനാണ്. കാരണം ഡയറ്റ് നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ മൊമെൻറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ തലയിൽ നിൽക്കുമല്ലോ. ഇപ്പോൾ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പം, അതായത് ഡയറ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ബോഡീനെ അറിഞ്ഞ്, ഡയറ്റിനെ അല്ല സ്നേഹിക്കേണ്ടത്, നമ്മുടെ ബോഡീനെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പോൾ ബോഡീനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു പോയിൻറ്റ്, ആ ഒരു പോയിൻറ്റ് ഇപ്പോൾ എൻ്റെ തലയിലോട്ട് കയറി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെയാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിനി വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം തന്നെ എത്ര മിനിറ്റായി? 19 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ നിർത്തുവാണ്.